ചേച്ചി പറഞ്ഞു പെന്തക്കോസ്ത് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്. എന്താ കാര്യം? സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ വേദപുസ്തകം ഇത് ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, മതം മാറ്റുന്ന ഒരു പുസ്തകമാണെന്ന്. ആരെങ്കിലും അങ്ങനെയുള്ള ചിന്താഗതികൾ ഉള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ, കാണുന്നുവെങ്കിൽ, ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഇല്ല എങ്കിൽ ഈ സുവിശേഷം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സ്തോത്രം. പാസ്റ്റർ ഷമീർ കൊല്ലം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാനിരിക്കുന്നത്. മനസ്സോടെ ഇത് കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. ചേച്ചി പറഞ്ഞു പെന്തക്കോസ്ത് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്. എന്താ കാര്യം? അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു. ചേച്ചിക്കുള്ള മറുപടിയൊക്കെ പണ്ടേ പറഞ്ഞതാ. പിന്നെ ചേച്ചിയുടെ ഫാൻസ് വല്ലതും കോട്ടയം മേലും ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറയാം. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് ദയവായി അവരെ തിരിച്ചു കൊണ്ടുപോകണം. പ്ലീസ്, നിങ്ങൾ ഒരല്പം പണം മുടക്കണം. പ്ലീസ്, ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് കഞ്ഞിക്കും പയറിനും വന്നവരെല്ലാം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം. നമ്മുടെ രാജേഷ് ഭാഷ അനുവാദത്തോടെ ഞാനൊരു സ്പെഷ്യൽ ഓഫറും കൂടെ കോട്ടയമലയ്ക്ക് കൊടുക്കാൻ പോവാം. വിരോധമില്ലല്ലോ, കൊടുക്കാം. ഞാനൊരു സ്പെഷ്യൽ ഓഫർ. ഈ പന്തലിൻ്റെ അകത്ത് നിറയെ ആളുകൾ ഇരിപ്പുണ്ടോ? കോട്ടയമലയിൽ ആർക്കെങ്കിലും 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് ഈ പന്തലിൽ നിന്ന് ഒരു 50 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ ഓഫർ കൊണ്ടുപോക്കണം. സന്തോഷത്തോടെ പറയാം. അല്ലേ പറഞ്ഞേ? കഞ്ഞിക്കും പയറിനും വന്നതെല്ലാം പോട്ടെ, ഒരു പിണക്കവും ഇല്ല, പോട്ടെ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പലരും പോയല്ലോ, ഇനിയും പലതും പോകാനുണ്ട്. പോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. അതിൻ്റെ പേരിൽ ഞങ്ങൾ നാളെ ഇവിടെ സമരമില്ല, ഹർത്താലില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറിവിളിയില്ല, പിന്നെ കൊടി പിടിച്ച് സിന്താബ ഒന്നും സിന്താബ ഇല്ലെന്ന് ഇപ്പം പറയാൻ ഒക്കുകയല്ല. പണ്ടൊക്കെ അപ്പച്ചന്മാർ ധൈര്യത്തോടെ പറഞ്ഞു സ്റ്റേജിൽ ഞങ്ങൾ കൊടി പിടിക്കാൻ ഇറങ്ങത്തില്ല. ഇപ്പം അത് പറയാൻ പറ്റുകയില്ല. കാരണം ഇപ്പം കുറച്ച് ക്ഷുദ്രജീവികൾ സഭയെ സംരക്ഷിക്കാനെന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനെ നടയിൽ ചെന്ന് നിന്നുണ്ട് കൽവരി മലയിൽ ചിന്തിയ രക്തം കെടാതെ ഞങ്ങൾ. ഈ വട്ടന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഞാനൊരു കാര്യം ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ഷമീർ കൊല്ലം പ്രസംഗിക്കുന്ന വചനത്തിനെതിരായിട്ടുള്ള ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഞാൻ വേദപുസ്തകത്തിന് അടിസ്ഥാനമില്ലാത്ത ഒറ്റ വാക്ക് പറയില്ല. തിരുവഴുത്തിൽ ഞാൻ പഠിച്ചിടത്തോളം ഇങ്ങനെയാ വായിച്ചത്: ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. രക്തം വില കൊടുത്ത് കാൽവരിയിൽ നിന്ന് ജീവൻ വില കൊടുത്ത് സ്ഥാപിച്ച ദൈവസഭ സംരക്ഷിക്കാൻ മൂക്കി ശ്വാസമുള്ള പേട്ടുമനുഷ്യന്റെ സഹായം സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമില്ല. ഇല്ലെന്ന്. സഭയെ സംരക്ഷിക്കാൻ നല്ല ആംബിയറുള്ള കർത്താവിനെയാണ് സേവിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഞാൻ പഠിച്ച ബൈബിളിൽ പത്രോസ് തടവിലായി എന്ന് കേട്ടപ്പോൾ സഭ എന്ത് ചെയ്തെന്ന രാജശ്വാസേ? സഭ ശ്രദ്ധയോടെ അത് ചെയ്യും. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന, പ്രവർത്തിക്കുന്ന, കാരാഗ്രഹത്തിൽ ഇറങ്ങാൻ കഴിയുന്ന, ഇരുമ്പോടാമ്പൽ തകർക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് വിശ്വാസവും ബോധ്യമുള്ളവൻ പ്രാർത്ഥിക്കട്ടെ. ലേച്ചാ സ്തോത്രം. അല്ലാതെ ഈ പൊതുജനത്തിന്റെ മുമ്പിൽ നമ്മൾ വെറുതെ ഈ അപഹാസ്യരാക്കുന്ന പോലെ റോഡിൽ കടന്ന് വാട്ട് പിടിച്ചവന്മാര്. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. ആമേൻ. മുദ്രാവാക്യമൊന്നും വിളിച്ചിറങ്ങേണ്ട കാര്യം ദൈവസഭയ്ക്ക് ഇല്ല. പിന്നെ ഇതിനൊക്കെ ഈ ഒരു എല്ലാത്തിനും വാക്യമാണല്ലോ എടുക്കുന്നത്. ഇതിനും കൂടെ ഒരു വാക്യം അങ്ങ് എടുക്കുമെന്നറിയോ? പൗലോസ് ചോദിച്ചു, റോമാ പൗരനായ എന്നെ
വിചാരണ കൂടാതെ അടിക്കുന്നത് യോഗ്യമോന്ന് പൗലോസ് ചോദിച്ച പോലെ നമുക്കും ചോദിക്കാം. അത് നമുക്കും ചോദിക്കാം. പൗലോസ് ചോദിച്ചത് കൊടിയും പിടിച്ച റോഡിലല്ല, തന്നെ നിർത്തിയ ന്യായാധിപന്റെ മുമ്പിലാണ് ചോദിച്ചത്, അല്ലേ? നമുക്കും ചോദിക്കാം. നമ്മളെ നാളെ പോലീസ് വന്ന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു ജഡ്ജിയുടെ മുമ്പിൽ നിർത്തിയാൽ നമുക്ക് ചോദിക്കാം, സാറേ ഞങ്ങൾ മൈക്കിൽ കൂടെ ചീത്തയല്ല വിളിച്ച് പറഞ്ഞ്, തെറിയല്ല പറഞ്ഞ്, നല്ല കാര്യങ്ങളാണ് പറഞ്ഞ്, അതിന് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് യോഗ്യമാണോ എന്ന് നമുക്കും ചോദിക്കാം. അതിനെ റോഡിലിറങ്ങുന്നതിനുമായിട്ട് കൂട്ടുപിടിക്കേണ്ട ആ വാക്യം. ഇത്രയും പറഞ്ഞത് നാളെ നിങ്ങളുടെ അടുക്ക ഈ കൊടി പിടിക്കുന്നവന്മാർ വന്ന് വിളിക്കുമ്പം ഈ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് പിന്നെ റോഡ് എന്ത് ചെയ്ത് അലമ്പ് പരിപാടിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതാ. തിരിച്ചു വരാം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കഞ്ഞിയും പയറും കൊടുത്ത് മാറ്റുന്നു എന്ന ആക്ഷേപമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കാലും പൈസയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഞങ്ങൾക്കതിൽ പണക്കയില്ല. ഇനി സ്പെഷ്യൽ ഓഫർ പറഞ്ഞല്ലോ, ഈ പന്തലിൽ നിന്ന് ഒരു 50 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ. പക്ഷെ അത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ന്യൂനപക്ഷം ഇവിടെ ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേൽ കത്തി വെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമം അല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. ഹല്ലേലൂയ. അതുകൊണ്ട് വെറുതെ ആക്ഷേപം പറയരുത്, വെറുതെ ഞങ്ങളെ ആക്ഷേപിക്കരുത്. ഇത് മതത്തിന്റെ പുസ്തകമല്ല. ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ഉപദേശം ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? പറയാം. സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം എല്ലാ കാലവും ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ അറിയണം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം. അങ്ങനെ 2002 ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഇത് വായിച്ചപ്പോൾ ഷമീർ അബ്ദുൽ സലാമിന് മനസ്സിലായ കാര്യം ഇന്ന് രാത്രി കോട്ടയം മലയോട് ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ പറയാൻ പോവുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന മാർഗമൊന്നുമല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ സീരിയൽ വെക്കുക, സൗണ്ട് ഇച്ചിരി കൂട്ടി അടിക്കുക, എല്ലാം ശരിയാകും. അപ്പൊ ഞാനിത് വായിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായ കാര്യം പറയാം. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശുദ്ധ ബൈബിൾ ആരംഭം കുറിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. 6ാമത്തെ ദിവസം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനം. അവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത ദേശവാസികളോട് പറയാം. കന്നുകാലി ഉണ്ടാകട്ടെ, പറവജാതി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ പെരുകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നില്ല. പകരം സൃഷ്ടാവായ ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ് ദൈവം തന്റെ കൈകൾ കൊണ്ട് നിലത്തെ പൊടിയിൽ നിന്ന് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു എന്നാണ് വായിച്ചത്. അനക്കമില്ലാതിരുന്ന ആ ശരീരത്തിലേക്ക് സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവം ഈശ്വരൻ അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി എന്ന ഈ പുസ്തകത്തിൽ വായിച്ചു. അപ്പോൾ അവിടെ എനിക്കൊരു പ്രത്യേകത മനസ്സിലായി. ഈ ഉലകത്തിലെ ഒറ്റ ചരാചരങ്ങൾക്കും മൃഗജാലങ്ങൾക്കും കന്നുകാലികൾക്കും ഒന്നും കൊടുക്കാത്ത ഒരു ലോട്ടറി, ഒരു പദവി ഇരുകാലികളായ എനിക്കും നിങ്ങൾക്കും മനുഷ്യന്മാരായ നമുക്ക് മാത്രം ദൈവം തന്നു. ആ പ്രത്യേകതയാണ് വിലപ്പെട്ട ആത്മാവെന്ന് പറയുന്നത്. അത് മനുഷ്യന് നൽകപ്പെട്ടു എന്നാണ്. എത്ര മനോഹരം! മൃഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും നിങ്ങളെ ക്ഷണിക്കാറുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരവ, ഇഡലി തിന്നാൻ പറഞ്ഞൊന്ന് കാറിലടിച്ചുകൊണ്ട് വിളിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ടോ? മറിയാമേ, ഞങ്ങളുടെ പശു അങ്ങ് ചത്തുപോയി, പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ വരും, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? എരുമ ചത്തു, 11ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങളൊക്കെ ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം തീരുന്ന സ്ഥാനത്ത് മനുഷ്യനൊന്ന് മരിച്ചു പോയാലോ? ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, ഇത് ചടങ്ങുകൾ ശേഷിക്കുന്നതിന്റെ കാരണം എന്താ? ജീവിച്ചിരിക്കുന്നവന്റെ തലയ്ക്കകത്ത് ബോധമുണ്ട് മരിച്ചവനൊരു ആത്മാവ് ഉണ്ടായിരുന്നെന്നും അതിനൊരു മോക്ഷം വേണമെന്നും. അതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ, അല്ലേ?
ജീവിച്ചിരിക്കുമ്പം കഞ്ഞി പോലും കൊടുക്കാത്തവൻ ചത്ത് കഴിയുമ്പോൾ ബിരിയാണി വെച്ച് കൊടുക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഒരു ആത്മാവുണ്ട് എന്ന് പറയുന്ന ബോധ്യം മനുഷ്യനുള്ളത് കൊണ്ട് വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കൊള്ളാമല്ലോ, സംഗതി കൊള്ളാം. ഞാൻ വീണ്ടും വായിക്കുക. അപ്പോൾ സ്വർഗത്തിലെ സൃഷ്ടാവ് പറയുക, മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് തക്കതായൊരു തുണയുണ്ടാക്കി. ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം, ചെറുക്കൻ്റെ പേര് വേഗം പറ, ഒത്തിരി പറയാനുണ്ട്. ആദം, പെണ്ണിൻ്റെ പേര് ഔവ. കല്യാണം നടന്ന ആഡിറ്റോറിയം ഏദൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ്റ്ററൊന്നും അല്ല, യഹോവയായ. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ഇപ്പൊ ചില ആളുകൾ പറയും, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനെ നടന്നതെന്നും കൂടെ പറയാ പാസ്റ്ററെ. പിന്നെന്താ, ഈ ആദം എന്ന് പറയുന്ന ചെറുക്കൻ ഏദൻ തോട്ടത്തിൽ നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നു പോയി പൊട്ടിച്ച് ഔവായുടെ കഴുത്തേലോട്ടിട്ടൊരു മുറുക്ക്. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറി ഇന്ന് കൂന്നഞ്ചാറ്. അങ്ങനെ വല്ലതും മുറുക്കിയോ? പറ, ബൈബിൾ അറിയുന്നവർ പറ, അങ്ങനെ വല്ലതും മുറുക്കിയോ? ഇല്ല, അങ്ങനെ ഒന്നും മുറുക്കിയില്ല. അതാ ഈ പെന്തിക്കോസുകാർ മുറുക്കാത്ത. മനസ്സിലായല്ലോ? ഇനി ചോദിച്ചേക്കരുത്, കറുത്ത ചരട് പോലും ഇല്ല ഇല്ല, അതുകൊണ്ടാണ് മുറുക്കാത്ത. പിന്നെ ആരാ ഉപദേശി മുറുക്കൊക്കെ കണ്ടുപിടിച്ച്? അത് ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ചതാ. അതെന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചാൽ അടുത്ത മുറുക്കാൻ. ഇപ്പൊ ഇവനിങ്ങനെ തുണി മാറുന്ന പോലെ ഓടി നടന്ന് മുറുക്കണം. അതിനു വേണ്ടി അവൻ കണ്ടുപിടിച്ച ഇടപാടാണ് എന്ത്? മുറുക്ക്. അയ്യോ, ചിരിക്കാൻ പറഞ്ഞല്ലെന്ന്. പിന്നെന്തുവാ? കേട്ടോ, സ്വർഗത്തിലെ ദൈവം യോജിപ്പിച്ചതുപോലെ യോജിപ്പിച്ചാൽ ഒരു കുടുക്കുണ്ട്. എന്താ കുടുക്ക്? ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറയുന്ന ഒരു ഉടമ്പടി ദൈവം സാക്ഷിയായി നടത്തി, അല്ലേ? ആ ഉടമ്പടിക്കകത്തൊരു കുടുക്കുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിക്കാൻ ഒക്കെയല്ല. പറ്റുമോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമില്ലെങ്കിൽ പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിയെ കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ. ഇനിയിപ്പോൾ മാംസം ഉണ്ട്, അസ്ഥി ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവോ? ഇല്ല. അപ്പൊ ഈ അസ്ഥിയും മാംസവും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിവർന്നു നിൽക്കൂ, അല്ലേ? പക്ഷേ ഷമീർ കൊല്ലത്തിന്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എന്നാ അത് ഷമീർ കൊല്ലം മരിച്ച പെട്ടിക്കകത്ത് കയറ്റി ഇതുപോലെ കൊണ്ട് വെച്ച പന്തലൊക്കെ ഇട്ട് നിങ്ങളെപ്പോലുള്ളവരൊക്കെ വന്നുകൂടി എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഉപദേശിമാർ സ്റ്റേജിൽ കയറി എന്നെക്കുറിച്ച് അങ്ങോട്ട് തള്ളാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ് തള്ളും. ഈ ജീവിച്ചിരിക്കുമ്പോൾ വെക്കാവുന്ന വാരം മൊത്തം വെച്ചിട്ട് ചാത്ത് കഴിയുമ്പോൾ തള്ളാൻ ഒരുത്തനും അങ്ങോട്ട് വന്നേക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ എപ്പോൾ പറയണം? ജീവിച്ചിരിക്കുമ്പോൾ പറയാം, തോളെ തട്ടി പറയാം, പാസ്റ്ററെ നന്നായിട്ടോ, ദൈവം അനുഗ്രഹിക്കും. അപ്പം നമുക്കൊരു സന്തോഷം, മുമ്പോട്ട് പോകാനൊരു ഊർജം. അതൊക്കെ അല്ലേ? ചത്ത് കഴിയുമ്പോൾ തള്ളിയിട്ട് എനിക്കൊട്ട് കേൾക്കാനും. അപ്പം അതുകൊണ്ടായി മരിച്ചു കഴിച്ച് വെട്ടിക്കകത്ത് കിടന്ന ആളുകളൊക്കെ കൂടി കല്ലറക്കകത്ത് ഷമീർ കൊല്ലത്തെ കൊണ്ട് ഇറക്കി വെച്ച ഉഴുന്നുവടയും ചായം കഴിച്ച് നിങ്ങളൊക്കെ പിരിഞ്ഞു പോയി മണിക്കൂറുകൾ കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് മരണമെന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണെങ്കിൽ കേട്ടോണം നാട്ടുകാര്, സ്വർഗത്തിലെ സൃഷ്ടാവ് ഭൂമിയിൽ മനുഷ്യനെ യോജിപ്പിച്ചത് മരണത്താലല്ലാതെ വേർപിരിക്കാൻ കഴിയാത്ത അസ്ഥിയും മാംസവും തമ്മിലുള്ള ബന്ധം പോലെയാ. അതുകൊണ്ട് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച കുടുംബജീവിതത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അല്ലാതെ തുണി മാറുന്ന പോലെ ഓടി നടന്ന് കെട്ടാനുള്ള വകുപ്പൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാ ഇതിൻ്റെ അകത്തോട്ടൊക്കെ വരാൻ ചിലർക്ക് മടി. വന്നാൽ കുടിക്കാൻ ഒക്കുകയില്ല, വലിക്കാൻ ഒക്കുകയില്ല, വേറെ കെട്ടാൻ ഒക്കുക. അയ്യോ, ഒന്നും ഒക്കുകയില്ലാത്ത ഒരു അന്യഗ്രഹ ജീവികളെ പോലൊരു കൂട്ടം. പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും? ക്രിസ്മസിനെങ്കിലും 2 എണ്ണം അടിക്കാൻ സമ്മതിച്ചിരുന്ന ഞങ്ങൾ നാളെ അങ്ങോട്ട് വന്നേനെന്ന്. അങ്ങനൊന്നും വരണ്ട ഇങ്ങോട്ടാരും. ഇത് ഇവിടെ കിടക്കുന്ന കൂട്ടമല്ല, ഇത് പോകാൻ റെഡിയായിരിക്കുന്ന കൂട്ടമാ. അത് പിന്നെ പറയാം. എല്ലാവരും ഒന്നും പോകത്തുമില്ല. സ്തോത്രം. കുറച്ച് പേര് മാവിൻ്റെ ചോട്ടി കാണും. ശ്രദ്ധിച്ചാട്ടെ. അപ്പോ ഉലകത്തിലെ ആദ്യത്തെ കല്യാണം സന്തോഷത്തോടെ ദൈവം അവരെ യോജിപ്പിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒന്നാം ഘട്ടം മനോഹരം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങ് വായിച്ചപ്പോൾ കൊള്ളാമല്ലോ, സംഗതി കൊള്ളാം. ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു, പ്രകൃതിയെ ഒരുക്കുന്നു, മനുഷ്യനെ സൃഷ്ടിക്കുന്നു, കുടുംബജീവിതം നൽകുന്നു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ കൂടുതൽ ദൈവം, യഹോവയായ ദൈവം, ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ലല്ലോ. അങ്ങനെ സന്തോഷത്തോടെ അപ്പൊ കൊള്ളാം, സംഗതി കൊള്ളാം. അങ്ങനെ വായിച്ച് മുന്നോട്ട് വന്നു. 2ാം ഘട്ടം. എന്താ 2ാം ഘട്ടം? അപ്പൊ അത്രയും പറയുമ്പോൾ ഇടയ്ക്കൊരു ചോദ്യം വരും. പണ്ട് മലബാറിൽ കണ്ണൂരാന്ന് തോന്നുന്നു പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരാൾ വന്നിട്ട്, യോഗം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഷമീർ കൊല്ലം, താങ്കൾ പറഞ്ഞു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ലോകത്തെ സൃഷ്ടിച്ചതും ചരാചരങ്ങൾ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും ഒക്കെ ബൈബിൾ വായിച്ചപ്പോൾ കണ്ടെന്ന്. അതെ. അല്ല താങ്കൾ പണ്ട് മദ്രസയിലൊക്കെ പോയെന്ന്
കാച്ചിയായിരുന്നല്ലോ. അപ്പൊ അവിടെ ഈ ഖുറാനകത്ത് ഇതൊന്നും കണ്ടിട്ടില്ലേ? ചോദ്യം നല്ല ചോദ്യാ. ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഖുറാനകത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും ഒന്നും വായിച്ചിട്ടില്ലേ? ഉണ്ടെന്ന്. പിന്നെന്തിനാ നിങ്ങൾ അത് വിട്ട ചെയ്തെടുത്ത്? പറയാം. ആ പുസ്തകം അത് പറഞ്ഞതിന് ശേഷം ഒന്ന് ശ്രദ്ധിച്ചേ. വേദപുസ്തകം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ചരാചരങ്ങൾ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും എല്ലാമായ കാര്യങ്ങൾ ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഈ ലോകത്തോട് വിളംബരം ചെയ്തതിന് ശേഷം ഏകദേശം 610 വർഷങ്ങൾക്കപ്പുറത്താണ് ആ പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേ ചെയ്തെടുത്തത്. മനസ്സിലായില്ല? അയ്യോ, ഒന്ന് മനസ്സിലാക്കി തരാം. ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അവർക്ക് കിട്ടാൻ കാരണക്കാരനായത് പ്രവാചകനായ നബി തിരുമേനിയാണ്. അദ്ദേഹം ഗുഹയിൽ ധ്യാനത്തിനായി ഇറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആരോ സംസാരിക്കുന്ന പോലെയൊക്കെ അദ്ദേഹത്തിനൊരു പ്രേരണ ഉണ്ടായിട്ട് അത് മനഃപ്പാഠമാക്കി ലഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന എപ്പോഴാ? അദ്ദേഹത്തിന്റെ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. അപ്പൊ AD 570 അദ്ദേഹം ജനിക്കുന്നു. 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കിട്ടുന്നു. 570 ജനിക്കുന്നു. 40 വയസ്സിൽ കിട്ടാൻ തുടങ്ങുന്നു. 570 + 40 സമം വിരലിലെണ്ണുവാണോ? 570 + 40 സമം 610. അപ്പോൾ ഈ പുസ്തകത്തിന് ശേഷം 610 വർഷം മിനിമം വ്യത്യാസം ആ പുസ്തകത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇനി ഈ പുസ്തകം പറയുന്നതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ പുസ്തകം പറഞ്ഞായിരുന്നെന്ന് കോട്ടയം മലയിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇത് വിട്ടച്ചതെടുക്കാം, കൊണ്ടുപോവാ. നമുക്കെന്താ പണക്കം? കാര്യം പറഞ്ഞാൽ പോരെ. പിന്നെ കൊണ്ടുവരുമ്പം ഈ അമ്മൂമ്മ കഥയും ഒന്നും കൊണ്ടുവരരുത്. ചരിത്രം അംഗീകരിക്കുന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥം കൊണ്ടുവരണം. അല്ലാതെ അമ്മൂമ്മ കഥ, ഐതിഹ്യവും ഡിങ്കനും മായാവിയും ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ചരിത്രം അംഗീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനോഹരമായിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു, സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി രണ്ടാം ഘട്ടം, സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു കഥാപാത്രം. അവനെ കണ്ടു. ആരാ അവൻ? ലോകത്തിലെ മനുഷ്യൻ പല പേരുകളിൽ അവനെ വിളിക്കുന്നു. പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ വിവിധ പേരുകളിൽ മനുഷ്യൻ സംബോധന ചെയ്യുന്ന ഒരുത്തൻ പിശാച്. പിശാച് എന്ന് പറയുമ്പോൾ 1-2 വാക്ക് പറയാതെ പോയാൽ ശരിയാകത്തില്ല. പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ചിന്ത, പണ്ട് ഒനിഡാറ്റിയുടെ പരസ്യത്തിൽ വരുന്നൊരു മൊട്ടത്തലേനുണ്ടായിരുന്നു. കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലുകുന്തി ഇളിച്ചുകൊണ്ട് വരുന്ന ഒരു രൂപം. പിശാച് എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഇങ്ങനെ എങ്ങാണ്ട് ഒരു ഭീകര രൂപിയാണെന്നാണ്. പക്ഷെ വേദപുസ്തകം പഠിക്കുന്നവർ മനസ്സിലാക്കണം, പിശാചിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വർണ്ണനയോ രൂപമൊന്നുമില്ല. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിലെ പരാമർശങ്ങൾ ഇങ്ങനെയാ: ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവനൊരു ആത്മാവാണ്. ഇവനൊരു മാനുഷിക ശരീരമുള്ളവനൊന്നുമല്ല. ഇവനൊരു ആത്മാവാണ്. ഏതാത്മാവ്? ഇരുട്ടിന്റെ ആത്മാവ്. എന്നാൽ ഇവൻ പലപ്പോഴും പല ശരീരങ്ങളെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ ശരീരമാണെങ്കിൽ ഉപയോഗിക്കും, മൃഗത്തിന്റെ ആയാലും ഉപയോഗിക്കും, പണക്കയില്ല. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. ഗദർദേശത്ത് ഒരു മനുഷ്യന്റെ മേൽ കയറി കർത്താവ് ശാസിച്ചപ്പോൾ പന്നിക്കൂട്ടത്തിൽ കയറി. പന്നിയായാലും മനുഷ്യനായാലും അവൻ ഉപയോഗിച്ചോളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇരുട്ടിന്റെ ആത്മാവ്, അതാണ് പിശാച്. അല്ല, ചിലർ വിചാരിക്കുന്ന പോലെ പിശാച് എന്ന് പറഞ്ഞാൽ പിന്നെ ചത്ത് കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുകാരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാച് എന്നാണ് ചിലരുടെ ചിന്ത. അതൊക്കെ ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാ. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കാൻ വരുത്തിയൊന്നുമില്ല. നാളെ ഒരുത്തം പറഞ്ഞു, പിന്നെ പെങ്കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നില്ല, എവിടാണ്ട് പോയി നോക്കാം. നോക്കിയപ്പോൾ പറയുന്നു ചത്തുപോയ മുത്തച്ഛൻ കൊച്ചുമോളെ കല്യാണം മുടക്കാം, അങ്ങേർക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊച്ചുമോളെടുത്ത് ഇഷ്ടമായിരുന്നു, ചത്ത് കഴിഞ്ഞപ്പോൾ കല്യാണം മുടക്കാൻ ഇറങ്ങിയേക്കാന്ന്. അപ്പം ഇമാതിരി വട്ടുകളൊക്കെ ഉണ്ട്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാ. ചുവന്ന ചുരിദാർ ഇട്ടുകൊണ്ട് തൂങ്ങി ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും ബ്ലൗസോ. എന്നാൽ ദൈവം എന്നാ തുണിക്കച്ചവടം നടത്തുക, വരുന്നവർക്കെല്ലാം വെള്ളയും കൊടുത്ത് ഇങ്ങോട്ട് വിടാൻ. ഇപ്പം എനിക്ക് അത് പോട്ടെ, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ ചത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാ. എന്നാ ഈ ചെറുക്കന്മാരെ വിടാത്തെ? ഇവരും ചത്തു പോകുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. അവരെ ആരെയും തിരിച്ചു വിടുന്നില്ല. വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങൾ. നിങ്ങൾ പ്രതിഷേധിക്കണം. ഞങ്ങളെന്നാ യക്ഷികളാണോ? ചെറുക്കന്മാരെ ഇനി കുറച്ചു കാലം ഇവർ റെസ്റ്റ് എടുക്കട്ടെ, ചെറുക്കന്മാരെ ഇവിടെ. അപ്പൊ ഇതല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതാ. ഈ മരിച്ചുപോയ ആരുടെ ആത്മാക്കള് ആരും ഉപദ്രവിക്കാനും ശല്യപ്പെടുത്താനും ഒന്നും വരികയില്ല. പിന്നെ എവിടെയാണെന്ന് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഒടുവിൽ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം മരിച്ചു. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് അവിടെ ഒരു വീട് കൊടുക്കാനുണ്ട്, ആരും എടുക്കുന്നില്ല. അതെന്താ? അവിടെ ബെഡ്റൂമിൽ ഒരു പെണ്ണ് തൂങ്ങിച്ചത്തെന്ന്. 9 പേര് ചത്ത വീടാണെങ്കിലും നിങ്ങൾക്ക് വിൽക്കണോ അപ്പോഴേ ഉപദേശിമാരെ പിടിച്ചോണം. ചൂട് വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ എപ്പോൾ അടിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി.
10 കല്ലറയുള്ളൊരു വീടുണ്ടെങ്കിലും നിങ്ങൾ സംശയിക്കേണ്ട, ഉദ്ദേശിമാരെ വിളിച്ചോ. 50 കല്ലറയുള്ള വീടാണെങ്കിലും ഞങ്ങൾ ജൂലി വിലക്ക് കിട്ടിയാൽ അപ്പം അടിച്ചെടുക്കും. അവിടെ താമസിക്കും, പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. ഒരു ചുക്കുമില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷവും വരുത്തത്തില്ല. അതാദ്യം തിരിച്ചറിയുക. പിന്നെന്താ, ഇതിൻ്റെ എല്ലാം പിറകിലിരിക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്ന ഇരുട്ടിൻ്റെ ആത്മാവ്, പിശാച് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ഇപ്പം ചില ആളുകൾ ചിന്തിക്കും 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ടാണ് ഇവന്മാർ പിശാചിനെ കുറിച്ച് പിന്നെ പിശാച്. ഞാനൊന്ന് ചോദിക്കട്ടെ, 2025 കണ്ടൊരു വാർത്തയുണ്ട്. അതെ, കളിക്കാൻ മൊബൈൽ കൊടുത്തില്ല എന്ന കാരണത്താൽ 14 വയസ്സുള്ള ഒരു പയ്യൻ 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തതായി ഇങ്ങനെ അറുത്തങ്ങ് മാറ്റിയെന്ന് വായിച്ചില്ലായിരുന്നോ? ഏതെങ്കിലും ഈശ്വരന്മാരാണോ പ്രേരിപ്പിച്ചേ? 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തങ്ങ് അറുത്തു മാറ്റാൻ ഒരു 14 വയസ്സുകാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണെന്ന് അരിയാകാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പറയുമോ? അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അതിനെ പ്രേരിപ്പിച്ച പ്രേരക ശക്തിയാ ഞങ്ങൾ പറയുന്ന പിശാചെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികളെ പോലും കുറ്റവാളികളാക്കി മാറ്റി ജുവൈനൽ ഹോമിലേക്ക് അയക്കുന്ന ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്ന ഈ ഇരുട്ടിൻ്റെ ആത്മാവാണ്, പിശാചാണ്. അതുകൊണ്ടാണ് ഭരണകൂടങ്ങൾ മാറിയിട്ടും കോൺഗ്രസ് ഭരിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ടും ഇനി നാളെ എങ്ങാണ്ട് താമര വരട്ടെ, ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ നാട്ടിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ തുടച്ചു നീക്കാൻ ഇവിടുത്തെ ഒറ്റ ഭരണകൂടത്തിന് കഴിയത്തില്ല. ഇരട്ടച്ചങ്കുള്ള നേതാവ് ഭരിച്ചിട്ട് ഒക്കുന്നില്ല. എന്താ ഒക്കാത്തതെന്ന് ചോദിച്ചാൽ സിമ്പിളാ, ഇതിന്റെ പിന്നിലെ പിശാചിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഭരണഘടനയ്ക്കില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഉപദേശമായിട്ട് പ്രസംഗം, പിശാചിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരുത്തൻ കണ്ടുപിടിച്ചാൽ അന്ന് കോട്ടമല കൺവെൻഷന് ഞങ്ങൾ തിരശീല ഇടും. അന്ന് അവസാനം, പിന്നെ പ്രസംഗമില്ല. പിശാചിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉലകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനല്ലാതെ മറ്റൊരുത്തനും ഇന്ന് വരെ മനുഷ്യനെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. മനസ്സിലായോ? അതുകൊണ്ട് ഇത് കുഞ്ഞുകളിയൊന്നും അല്ല. നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ഒന്ന് കേട്ടോണം. ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്ന എന്തോ സംഘടന, എന്തോ തമാശക്കളി. തമാശയൊന്നുമല്ല. തമാശക്കൊക്കെ ആണെങ്കിൽ രക്തബന്ധങ്ങളെയും കൂടപ്പറപ്പുകളൊക്കെ ഉപേക്ഷിച്ച് കൊട്ടിപ്പാടി കലപില പറയാൻ ഇറങ്ങുമോ? ഒരു കല്യാണം വന്നാൽ പോലും രക്തബന്ധങ്ങൾ വിളിക്കാത്ത രീതിയിൽ ഒഴിവാക്കപ്പെട്ടവരിൻ്റെ ആ തിരിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെ. അല്ലേ? എന്തിനിറങ്ങി? നിന്നെയും പരിഹാസവും ആട്ടും തുപ്പും കേട്ട് ന്യായമായി ലഭിക്കേണ്ട 1 സെന്റ് ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചവർ ഈ പന്തലിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്തിനിറങ്ങി? ന്യായമായ ആനുകൂല്യം ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ആഫീസർ പറഞ്ഞു കമ്മലുമാല ഇട്ടുകൊണ്ട് വന്നാൽ തരാമെന്ന്. വേണ്ട സാറേ എന്ന് പറഞ്ഞ് ഇറങ്ങിയവരിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്തിനിറങ്ങി? പണ്ടൊരു രാഷ്ട്രീയക്കാരൻ വന്ന് ആലുവയിലെ കോളനി വന്നിട്ട് പറഞ്ഞു, എന്നെ ജയിപ്പിച്ചാൽ പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാന്ന്. എന്നെ ജയിപ്പിച്ചാൽ പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാന്ന്. അപ്പൊ ഒരു കുടിയൻ അവിടെ നിന്നോണ്ട് ചോദിച്ചു, അടുപ്പ് പുകയത്തില്ല പിന്നെ കക്കൂസ് എന്തിനാ സാറേ എന്ന്. ശരിയല്ലേ? അടുപ്പ് പുകയത്തില്ലേ കക്കൂസ് എന്തിനാന്ന് ചോദിച്ച പോലെ അടിയും ഇടിയും പരിഹാസവും നിന്നെയും ആക്ഷേപമൊക്കെ സഹിച്ച് ഉള്ളതും കൂടെ നഷ്ടപ്പെടുത്തിയിട്ട് ഇറങ്ങാനാണെങ്കിൽ എന്തിനിറങ്ങണമെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ ഇരട്ടിയായി ലഭിക്കുന്ന ഒരു ലോട്ടറിയിലേക്കാണ് പ്രാർത്ഥിക്കുന്നവൻ ഇറങ്ങിയിരിക്കുന്നതെന്നുള്ള ബോധ്യം അകത്തു വന്നവൻ അറിയാം. ഈ ലോകത്തിൽ ലഭിക്കുന്ന നന്മയല്ലത്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കാലഘട്ടം മാറിയപ്പോൾ കുറച്ച് പ്രസംഗകരിറങ്ങി അങ്ങ് പ്രസംഗിച്ചു വെച്ചു, ഇവിടെ എന്താണ്ട് കിട്ടാൻ വേണ്ടിയാണ് യേശുവെങ്കിലേക്ക് വരുന്നതെന്ന്. ബിസിനസ് തകർച്ചയോ ഭാരപ്പെടണ്ട, കടഭാരമോ ശങ്കിക്കണ്ട, ഇഞ്ഞു പോരെന്ന് വിളിച്ചു. ഈ വട്ടന്മാര് കാരണം ആ സുവിശേഷത്തിന്റെ ദർശനം മാറിയത്. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ല ഒരുത്തൻ യേശുവിനെ അറിയേണ്ടതാണോ? അങ്ങനെങ്കിൽ ഈ പന്തളത്തും ഈ മാവേലിക്കരയിലോട്ടും നിങ്ങൾ കണ്ണ് തുറന്ന് നോക്ക്. ദൈവമേ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദി സഞ്ചരിക്കുന്നത് BMW, ഓഡി, ബെൻസ്, ജാഗ്വാർ കാറുകളിൽ സഞ്ചരിക്കും, നല്ല ഫ്ലാറ്റിൽ താമസിക്കുന്നു. അല്ലേ? ദൈവം ഇല്ലെന്ന് പറയുന്നവനോട് ജാഗ്വാറും ബെൻസും ഓടിയും BMW ഓടിച്ചു നല്ല ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വന്നവൻ മാരുതിയും വെച്ച് പറപ്പിക്കുന്ന കൃപയാൽ ഒരു മാരുതി കാർ. വല്ല കഥയുണ്ടോ? എന്ന് മാറും ഈ ബോധം. വേണ്ട, നിങ്ങൾക്കറിയുന്ന ഒരു വാക്ക് പറഞ്ഞു വിടാം. ഈ ഐത്യോപ്യ രാജ്ഞി എന്ന് പറയുന്ന രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി
ആയിരിക്കുന്ന ഒരാളെ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പേര് പറ. ചണ്ണൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ധനകാര്യ വകുപ്പ് മന്ത്രിയാ. ആ പുള്ളി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാൻ വേണ്ടി ആരെ അയച്ചു? ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഉപദേശി അയച്ചു. ഞാൻ നിങ്ങളോട്, ഇവിടുത്തെ വിശ്വാസികളോട് മുഴുവൻ ചോദിക്കുക, ബൈബിൾ സാക്ഷിയാക്കി. ആ സുവിശേഷം വിശ്വസിച്ചത് കൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇനി ലഭിക്കാനുള്ള ഭൗതിക നന്മ എന്തുവാ? പറ. ധനകാര്യ വകുപ്പ് മന്ത്രിയാ പുള്ളി. പുള്ളിക്കിനി ഫിലിപ്പോസ് പറയുന്ന സുവിശേഷം കേട്ടിട്ട് വല്ലതും നന്മ കിട്ടാനുണ്ടോ? ഉണ്ടോ? നന്മയല്ല കിട്ടേണ്ടത്. ഈ ലോകത്തിലെ പദവിയെക്കാളും ലഭിച്ചിരിക്കുന്ന നന്മയെക്കാളും സമ്പാദിച്ച സമ്പാദ്യത്തിനേക്കാളും ഒക്കെ വിലയുള്ള ഒന്നാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് ആ അധികാരി പ്രാപിക്കണമെന്ന് ആശിച്ചിട്ടാണ് ഫിലിപ്പോസ് ഉപദേശിയെ ഒറ്റയ്ക്ക് ഒരുത്തനെ നേടേണ്ടതിന് സ്വർഗത്തിലെ ദൈവം അയച്ചത്. ഇത് മറന്നിട്ടാണ് ഇവിടുത്തെ ആധുനിക കുറെ ന്യൂ ജനറേഷൻ കൾട്ടുകൾ തങ്കും താരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സൈക്കിളെ വാടാ, കാറെ പോടാന്ന്. അവനൊക്കെ വാട്ടാ. സ്തോത്രം. ഇതൊക്കെ പറയുന്നോണ്ടാ ഇനി വിളിക്കണ്ടെന്ന് വിളിക്കരുത്, എന്നാലേ എനിക്ക് റോഡിൽ ഇറങ്ങി പ്രസംഗിക്കാൻ പറ്റൂ. സ്തോത്രം. എനിക്ക് മതിയെന്ന്. 23 വർഷമായി കൃപയാൽ ഈ പുസ്തകം ചുമക്കുന്നു. 17 വർഷത്തോളമായി തെരുവിൽ നിൽക്കുന്നു. ഈ 17 വർഷം ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്നെ പോറ്റിയ ദൈവത്തെ എനിക്ക് നാളെയും വിശ്വാസമാണ്. ഇല്ലേ? ഇന്നയോളം പോറ്റി. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, ഭാര്യയുണ്ട്, ഇന്ന് വരെ പട്ടിണി കിടന്നിട്ടില്ല. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ദൈവത്തിന് അങ്ങനെ നടത്താങ്കി. ബാപ്പാടെയും ഉമ്മാടെയും കുടുംബം കൂടെ ഇല്ല. ഒരു കല്യാണം വന്നാൽ വിളിക്കാൻ ആളില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടും സ്വർഗത്തിലെ ദൈവം നന്നായി പോറ്റുന്ന ദൈവമാണെങ്കിൽ, ഇവിടെ പാടി കഴുകൻ തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, വഹിക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ. ആ ദൈവത്തെ എനിക്ക് നാളെയും വിശ്വാസമാണ്. ഇനി നാളെ തൊട്ട് എൻ്റെ ട്രെൻഡ് മാറ്റി പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇങ്ങനെ പ്രസംഗിക്കൂ. അടുത്ത വർഷം വിളിച്ചാൽ ഇതിൽ ഇച്ചിരി കൂടെ കട്ടി കൂടിയേ പ്രസംഗിക്കൂ. അതുകൊണ്ട് ചിന്തിച്ചേ വിളിക്കാവൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി അല്ല ഒരുത്തൻ കർത്താവിനെ അറിയേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ഈ ലോകത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന ഏതൊരു മനുഷ്യൻ ഇവിടെ ധനവാനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അവനെ നോക്കി പ്രാർത്ഥിക്കുന്നവന് പറയാം, നിനക്ക് കാറുണ്ട്, ഓടിയുണ്ട്, വിളിക്കാനുള്ള അപ്പാ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ എനിക്ക് തന്നിട്ടുണ്ട്. നിനക്കതുണ്ടോ? അതാണ് ദൈവമക്കളുടെ പ്രിവിലേജ്. സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ ഈ ലോക്കലായിരിക്കുന്ന നമുക്ക് നൽകിയതാണ് നമ്മുടെ പ്രിവിലേജ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങളിത് ചുമക്കുന്നത്. ഇത് കുഞ്ഞുകളിയല്ല. പണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ ബാപ്പയുടെ കുടുംബത്തിൽ ഒരുത്തം പറഞ്ഞു, മുസ്ലിമീൽ നിന്നൊന്നും ആരും അങ്ങനൊന്നും പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിയതാണ് യോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, തലയ്ക്കകത്തൊരു കൺഫ്യൂഷൻ അന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ എന്നെ പോലെ ഇറങ്ങിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്, ഒരു സമാധാനത്തിന്. നമ്മൾ മലയാളിയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ജനലിൽ കൂടെ നോക്കും, അപ്പുറത്തും കൂടെ പോയെന്നറിയുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും ഒരുത്തനും കൂടെ ഉണ്ടെന്ന് കേട്ട ഒരു സമാധാനം. ഒന്ന് അന്വേഷിച്ചപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, ആലപ്പുഴയിൽ നസീർ പാസ്റ്ററും കുടുംബം ഉണ്ടെന്ന്. നേരെ വണ്ടി വിട്ടു. ആലപ്പുഴ ചെന്നപ്പോൾ നസീർ പാസ്റ്ററും ഭാര്യ റഷീദയും സുവിശേഷ വേല ചെയ്യുന്നു. ചോദിച്ചു, നസീർ പാസ്റ്റർ എന്നാ വിശ്വാസത്തിൽ വന്നേ? പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്നാ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ 2002 ഇപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഞാൻ 94 ഇറങ്ങിയിടാന്ന്. സ്വോത്രം. അപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ കോട്ടയത്ത് പാസ്റ്റർ സിയാദ് മുഹമ്മദ് ഇല്ലയോ എന്ന്. നേരെ വിട്ട് വണ്ടി കോട്ടയത്തിന്. സിയാദിനെ കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷം. സിയാദിനോട് ചോദിച്ചു, സിയാദ് വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളെപ്പോലെ ഇറങ്ങി. പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. നേരെ വിട്ടു നിലമ്പൂർ ചുങ്കത്തറ. ഷാജഹാനും ഷീജ ബീവിയും സുവിശേഷ വേല ചെയ്യുന്നു. പുള്ളിയെ കണ്ടപ്പോൾ ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പുള്ളി പറയാ, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. നേരെ റഫീഖിനെ കാണാൻ വിട്ടു. റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ മുനീർ കാസർഗോഡ് ഉണ്ടെന്ന്. മുനീറിനെ കണ്ടു. മുനീർ പറഞ്ഞു, പാസ്റ്റർ ഇസ്മായേൽ അട്ടപ്പാടി മുരളീധരൻ്റെ അടുത്തുണ്ടെന്ന്. നേരെ ഇസ്മായേൽ ഭാഷ കണ്ടു. പുള്ളി ഇപ്പൊ എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി. മനസ്സിലായോ?
അപ്പൊ ഇസ്മായിൽ പറഞ്ഞു, ദേ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ അബ്ദുൽ വഹാബ് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, കണ്ണൂരോ? ആ, വഹാബോ? ആ, അയ്യോ അതിനൊക്കെ ഇച്ചിരൂടെ ചങ്കൂറ്റമാണ് ഉണ്ടെന്ന്, തളിപ്പറമ്പിലുണ്ടെന്ന്. ഞാൻ പോയി വഹാബിനെ കണ്ടപ്പം വഹാബ് പറഞ്ഞു, എൻ്റെ അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നേരെ നാലാഞ്ചിറയ്ക്ക് വന്നപ്പോൾ പുള്ളി പറഞ്ഞു, നാലാഞ്ചിറയിൽ നിന്ന് സൗദാ ബീവി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പൊ കുവൈറ്റിലുണ്ടെന്ന്. ഫോണിൽ വിളിച്ചപ്പോൾ സൗദാ ബീവി പറഞ്ഞു, എന്നേക്കാൾ മുമ്പേ റംല തോമസ് ചെങ്ങന്നൂരിൽ നിന്ന് ഇറങ്ങിയെന്ന്. ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ഈ ജീവനുള്ള ദൈവത്തിന്റെ പിറകെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. വേണ്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തായിരുന്നു യോഗം. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്തെന്നറിയാമോ? എല്ലാ ദിവസവും കൺവെൻഷൻ ഉള്ള ജില്ലയാ തിരുവനന്തപുരം. എവിടെങ്കിലും ഒക്കെ കൺവെൻഷനാ തിരുവനന്തപുരത്ത്. അതുകൊണ്ട് മോക്കറിയാം, തിരുവനന്തപുരത്ത് ഞാൻ പിച്ച വെച്ച് പ്രസംഗിക്കുന്ന കാലം തൊട്ട് സ്റ്റേജുകളിൽ പാടിക്കൊണ്ടിരിക്കുക രാജ്യം രാഖി. അവർക്കറിയാം, ഒത്തിരി വേദികളിൽ പങ്കിട്ടതാ. അപ്പോ തിരുവനന്തപുരത്ത് ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഈ മതിലെല്ലാം കൺവെൻഷന്റെ നോട്ടീസുകളാണ്. അപ്പൊ ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി പോകുമ്പോൾ കാണാം പുതിയ പുതിയ പേരുകളാ. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. മനസ്സിലായോ? എല്ലാം ഇറങ്ങുക യേശുവിന്റെ പിന്നാലെ. ഇത് കുഞ്ഞുകളിയൊന്നുമല്ല. മനസ്സിലായോ? ആരെങ്കിലും എവിടെങ്കിലും കിടന്നൊന്ന് മൂക്ക് ചീറ്റി കാണിച്ചെന്നും പറഞ്ഞൊന്ന് ഈ പരിപാടി നിൽക്കത്തില്ലത്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ആമേൻ. ദൈവത്തിങ്കലേക്ക് ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. ജീവനുള്ള ദൈവത്തിങ്കലേക്ക് ജനം കടന്നു വന്നുകൊണ്ടേയിരിക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ മാർഷൽ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, കാനോ അച്ഛൻ, അങ്ങനെ എത്ര അച്ഛന്മാര് 70-80 വയസ്സിലൊക്കെ പോതിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂടെ വരിക. കുഞ്ഞുകളിയാണോ ഇത്? ഇത് കുഞ്ഞുകളിയല്ല കുഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധയോടെ കേട്ടോ, എന്താ ഇതിന്റെ സംഗതി എന്നങ്ങോട്ട് പറഞ്ഞു തരിക. അപ്പൊ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ചുട്ടയായ മനുഷ്യനെ അകറ്റിക്കളയാൻ രംഗപ്രവേശനം ചെയ്താണ് ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവാണെന്ന് ലോകത്തിൽ മനുഷ്യനെ സകല തിന്മകളിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു നല്ല ഉദാഹരണം പൊതുജനത്തിന് മനസ്സിലാകുന്ന പോലെ പറയാം. ഇവിടുത്തെ ജയിലറകളിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ചെന്ന് ചോദിക്കണം, എന്താ കുറ്റം? പറയും കൊലപാതകം. മറ്റേ ആളോ, ഞാൻ കത്തിക്കുത്തു, ഞാൻ വെട്ടുകേസ്. ഇവരോടൊക്കെ ചോദിക്കണം എന്തിനാ ചെയ്ത്? ഇവരെല്ലാം പറയുന്ന ഒരു പരിപാടി എന്താ അറിയാവോ? പക്ഷെ അങ്ങനെ ചെയ്യണമെന്നൊന്നും വിചാരിച്ചു പോയത് അല്ലെന്ന്. കൊല്ലണമെന്നൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നില്ല, പക്ഷെ കൊന്നെന്ന്. ചിന്തിക്കാത്ത തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുന്ന അദൃശ്യ ശക്തിയാണ് ഈ പിശാച് എന്ന് പറയുന്നത്. അവന്റെ വിത്താണ് പാപമെന്ന് പറയുന്ന വിപത്ത്. ഇത് മനസ്സിലാക്കിക്കോണം. സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആദമവ്വ ദമ്പതികളെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഈ ഇരുട്ടിന്റെ ആത്മാവ് ദൈവം മനുഷ്യരോട് ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. ഇതാണ് രണ്ടാം ഘട്ടം. അപ്പം വേദപുസ്തകം ലോകത്തോട് മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, സകല മനുഷ്യരും പാപികളാണ് എന്നുള്ള വസ്തുതയാണ്. 2026 കമ്പ്യൂട്ടർ യുഗത്തിലെത്തി. ഉപദേശ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പോകുന്നു, മനുഷ്യൻ ആരാണ്? പാപിയാണെന്ന്. നമ്മുടെ പരിസരത്തൊക്കെ ഡിഗ്രിയും കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടാവും. പിള്ളേർ ചിരിക്കും. എന്താ, മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയ കാലം, ആകാശത്തുകൂടെ പറന്നു നടക്കുന്ന കാലം, ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോ എന്ന് കണ്ടുപിടുത്തം നടക്കുന്നു. UK ഇരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചു. അറിഞ്ഞില്ലേ ഇതൊക്കെ? മനുഷ്യന്മാരെ, നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എന്ന്. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നെന്ന്. കൽക്കരിയുടെ ട്രെയിനൊക്കെ മാറി വന്ദേ ഭാരത് ആയി. ഉപദേശിമാരെ, നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ എന്താ? പാപിയാണെന്ന്. കാലം മാറിയടോ ഉപദേശി. ഹലോ മക്കളെ, സമ്മതിച്ചടാ, സമ്മതിച്ചു. കാലം മാറിയടാ, ടെക്നോളജി ഒക്കെ മാറിയടാ, സമ്മതിച്ചടാ മക്കളെ. ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു, ഒറ്റ ചോദ്യം. മനുഷ്യൻ കുടിലിരുന്ന് കൊട്ടാരത്തിലെത്തി, ഞാൻ സമ്മതിച്ചു. മനുഷ്യൻ ആകാശത്തുകൂടെ പറക്കുന്നു, ഞാൻ സമ്മതിച്ചു. മനുഷ്യൻ ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കട്ടെ, സമ്മതിച്ചു. ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നതും സമ്മതിച്ചു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും ഉപദേശി സമ്മതിച്ചടാ മക്കളെ. തിരിച്ചൊരൊറ്റ ചോദ്യം, വന്ദേ ഭാരത് ആയിക്കോട്ടെ കൽക്കരി ആയിക്കോട്ടെ, രണ്ടിന്റെയും പേരെന്താ അമ്മാമേ?
ട്രെയിൻ എന്നല്ലേ? ഈ ട്രെയിനെ യാത്ര ചെയ്ത മലയാളിക്കൊക്കെ അറിയുന്ന ഒരു സത്യം പറയട്ടെ. ഈ ട്രെയിനിനകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഉണ്ടോ? ടോയ്ലറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്താ മാറാത്തെ? എല്ലാ മേഖലകളും മാറ്റം വന്നെന്ന്. പക്ഷെ മാറ്റം വരാത്തൊരു മേഖലയാ പറഞ്ഞത്. ട്രെയിനിന്റെ അകത്തെ ടോയ്ലറ്റിന്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അല്ലയോ അച്ഛാ? സത്യോ? എന്താ അങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്നവനാണ് മലയാളി. അതുകൊണ്ടാണത് മാറാത്തതെന്ന്. തർക്കമുണ്ടോ? ഇല്ല. വേണ്ട. നാളെ രാവിലെ വെട്ടിയാറ് ഫെഡറൽ ബാങ്കിലോട്ടൊന്ന് കയറി നോക്ക്. 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റേ കെട്ടിയിട്ടേക്കുന്നു. എന്നാ പേന ഓടിപ്പോകുമോ? 5 രൂപയുടെ പേന നൂല് കൊണ്ട് പോസ്റ്റിൽ കെട്ടിയിട്ടേക്കുന്നു. എന്തിനാ? ബാങ്കല്ലേ, മാന്യന്മാർ വരുന്ന സ്ഥലമല്ലേ. ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന പോസ്റ്റേ കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും വെട്ടിയാറുണ്ട്. അതുകൊണ്ടാ കെട്ടിയിട്ടേക്കുന്നത്. സിമ്പിളാണേ. അങ്ങനെങ്കിൽ പറയാം, കണ്ടുപിടുത്തം മാറി, ടെക്നോളജി മാറി, ഇന്റർനെറ്റ് മാറി, ശാസ്ത്രം മാറി, സയൻസ് മാറി, മാറ്റം വരാത്തൊരു മേഖലയുണ്ട്. ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. അതിന് മാറ്റമില്ലടോ മനുഷ്യ. ഉണ്ടോ? ചെറിയൊരു മാറ്റമുണ്ട്. പറയാം. പണ്ട് സ്വന്തം പെൺമക്കളെ വെറുതെ വിടുമായിരുന്നു. അത്രയും കരുണ ഉണ്ടായിരുന്നു. ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മാറിയിട്ടുണ്ട് മനുഷ്യൻ. ശരിയാണോ ഈ പറയുന്നത്? പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ, ഓരോ ദിവസവും TV-യിൽ കാണുന്ന വാർത്തകൾ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നോക്ക്. ആകാശത്തുകൂടെ പരുന്ത് വട്ടമിട്ട് പറന്നാൽ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് നമുക്ക് ആരിൽ കാണാം? കോഴിയമ്മയിൽ കാണാം. നേരെ മറിച്ച് മനുഷ്യനെ നോക്ക്. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? സത്യം പറ. കോഴിയമ്മയാ നല്ലത് അല്ലേ? മിണ്ടാപ്രാണിയായ കോഴി ഒരു മുട്ടയിട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കുന്നു. കോഴി കൂന്ന കേൾക്കുമ്പോൾ അമ്മ പെങ്കൊച്ചിനോട് പറയും, എടി കോഴി കൂവൊന്ന് പോയി മുട്ടയിട്ടോന്ന് നോക്കടിയെന്ന്. കോഴിയമ്മ ഒരു സിഗ്നൽ തരിക. നിങ്ങൾ അറിഞ്ഞോ കോട്ടയമലക്കാരെ, ഈ അടുത്ത കാലത്തൊരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിൽ വളരുക. കോഴിയമ്മയല്ലേ നല്ലത്? പറ. സഹോദരിമാര് സമ്മതിച്ചു, കോഴിയമ്മ നല്ലത്. കേൾക്കുന്നുണ്ടോ ഇരുകാലി മനുഷ്യന്മാരെ? മിണ്ടാപ്രാണികളായ മൃഗജാലങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് 4 കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ കുറിക്കപ്പെട്ടു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകും. മൃഗങ്ങൾ ചെയ്യാൻ അറയ്ക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ മനുഷ്യന്മാരിവിടെ കാട്ടിക്കൂട്ടുന്നത് ചിന്തിച്ചു നോക്ക്. വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉത്തര എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പെൺകുഞ്ഞ് സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ തന്റെ ഭർത്താവ് ഒരു മൂർഖം പാമ്പിനെ മേടിച്ചു വെച്ചിട്ടുണ്ടെന്നും ഇന്ന് രാത്രി എന്റെ കാലെ കടിപ്പിച്ച് എന്നെ കൊന്നുകളയുമെന്നും ആ പെൺകുഞ്ഞ് വിചാരിച്ചിരുന്നോ? പറ. ഇല്ലാന്നേ. മനുഷ്യനെന്ന് പറയുന്ന ഇരുകാലി എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ജീവിയാണ്. കാരണം അവന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം. തലയ്ക്കകത്ത് ബോധമുള്ളവനാണ്. ചിന്തിക്കടോ. ഇവിടെ എന്താ? ദൈവങ്ങളില്ലാഞ്ഞിട്ടോ, വിശ്വാസങ്ങളില്ലാഞ്ഞിട്ടോ, മതഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടോ, അമ്പലമില്ലാഞ്ഞിട്ടോ, പള്ളിയില്ലാഞ്ഞിട്ടോ, സകലത് ഉള്ള നാടാ കേരളം. എന്നിട്ടും എന്താടോ? ഇതിന്റെ അകത്ത് കുടിയിരിക്കുന്ന ഈ ഇരുട്ടിന്റെ ആത്മാവിനെ ഒന്ന് പുറത്തെറിഞ്ഞിട്ട് അവനെ നന്മയുള്ള ഒരുത്തനാക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ കണ്ടുപിടിക്കപ്പെടാത്ത എന്താടോ? തലയ്ക്കകത്ത് ആള് താമസമുണ്ട്. ചിന്തിക്കണോ മനുഷ്യന്മാരെ? അതോ ഇനി ഇവിടെ ഈ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രമാണോ ജയിലിലുള്ളതാണോ? നിങ്ങൾ ക്രിസ്ത്യാനിക്ക് മാത്രമേ പാപമുള്ളൂ, അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നത് മൊത്തം തോമസ് കുട്ടി, ചാക്കോച്ചൻ, പൗലോസ് മാത്രമാണോ? ജയിലിന്റെ അകത്ത് നാരായണൻകുട്ടിയും പ്രതി, മുഹമ്മദ് കുട്ടിയും പ്രതി, തോമസ് കുട്ടിയും പ്രതി, എല്ലാ കുട്ടിയും അതിനകത്തുണ്ട്. പാപം മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം അവനെ സകല തിന്മകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു.
അതിന് ജാതി മത വ്യത്യാസം ഇല്ലടോ മനുഷ്യ. ചില ആളുകൾ പറയും, ഓ യവന്മാർക്ക് ഇതങ്ങ് പള്ളി പ്രസംഗിച്ചാൽ പോരെ, എന്തിനാ ഈ പൊതുസ്ഥലത്ത് കിടന്ന് തൊണ്ട കീറുന്നതെന്ന്. എടാ, പള്ളി പ്രസംഗിക്കണമെങ്കിൽ പള്ളിക്കാർ മാത്രമാണോ ജയിലേ കിടക്കുന്നത്? പള്ളിക്കാർ മാത്രമാണോ കുറ്റവാളികളാകുന്നത്? മനുഷ്യന്മാരെന്ന് പേരുള്ള സകല ഇരുകാലികളും ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുണ്ടെങ്കിൽ അവനെ രക്ഷിക്കുന്ന ഒരു സന്ദേശം മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി ഉലകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത് പ്രസംഗിക്കും. സ്തോത്രം. മര്യാദയ്ക്ക് പാടാന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ലല്ലോ. സൗകര്യം ഉണ്ടോ കേട്ടാ മതി, ദാറ്റ്സ് ഓൾ. ചീത്തയൊന്നും അല്ലല്ലോ. ചീത്ത പറഞ്ഞാൽ കേൾക്കും, അത് പ്രശ്നമൊന്നുമില്ല. ഒരുത്തൻ കള്ളു കുടിച്ച് മുണ്ടും മടക്കി കുത്തി കവലിൽ നിന്ന് തെറി വിളിച്ചാൽ പരിസരത്തെ കടക്കാർ വരെ പൊന്നുപോലിരുന്ന് കേട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ അങ്ങനൊന്നും അല്ലല്ലോ പറയുന്നത്, അതുകൊണ്ട് ഇമ്മണി കേൾക്കാം. പിന്നെ ചിലർ പറയും ഭയങ്കര ശബ്ദം. നമ്മളെ കുറിച്ച് ആകെ ഉള്ള ഒരു ആക്ഷേപം എന്തുവാ, ഇവന്മാര് ഭയങ്കര ശബ്ദം. പിന്നെ പറയുന്നവരാരും ഊമകളാണല്ലോ. ഇവിടെ ഓലപ്പടക്കം ഗുണ്ട് പൊട്ടിക്കുന്നവൻ ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കി ശബ്ദമാണെന്ന് പറയുന്നത് വല്ല മര്യാദയുണ്ടോ? അവൻ പൊട്ടിക്കുന്ന ഗുണ്ട്, നമ്മൾ പൊട്ടിക്കുന്ന ഓലപ്പടക്കം, എന്നിട്ട് നമ്മൾ ശബ്ദം. ഇവിടെ മുക്കിന് 50,000 ബോക്സ് കെട്ടിവെച്ച് ഇവിടെ റിമി ടോമയുടെ ഗാനമേള അടിക്കുമ്പോൾ ഇല്ലാത്ത പിരിയം കുത്തൊന്നും ഈ കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറയുമ്പോൾ കേൾക്കാൻ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. എന്നാ വേണ്ടാതെ അങ്ങനല്ലേ? റിമി ടോമയുടെ ഗാനമേളയ്ക്ക് പള്ളിക്കകത്ത് വരെ ഇപ്പൊ ഗാനമേള കയറിയില്ലേ? വചനദാനമൊക്കെ ഇപ്പൊ കുറഞ്ഞു വരിക. ഇപ്പം വേടനൊക്കെയാ ട്രെൻഡ്. വേടൻ കുഴപ്പമില്ല. ഇത് ചില ന്യൂ ജനറേഷൻ ക്ഷുദ്രജീവികളൊക്കെ ഇനി ഈ ആരാധനയൊക്കെ ആ ട്രെൻഡിലോട്ട് മാറ്റണമെന്ന് നൈറ്റ് ഇട്ട് നടക്കുന്ന ഒരു മൊട്ടത്തിലെ അമ്മാവൻ പറയുന്നത് കേട്ടു. ഇനി നമ്മുടെ ട്രെൻഡും എന്ത് ചെയ്യണം, മാറണമെന്ന്. വേടൻ്റെ അടുത്ത് ആൾ കൂടുന്ന പോലെ നമ്മുടെ ഇടയിലും കൂടണം. അതുകൊണ്ട് നമ്മുടെ ട്രെൻഡ് അറിയാം. നൈറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന അപ്പച്ചനെ പുള്ളിക്കാരൻ പറയും ട്രെൻഡ് മാറണമെന്ന്. പിന്നെ ഈ ഡി ജെ ഒക്കെ ഇടിക്കുന്ന ഡി ജെ ഒക്കെ പിന്നെ വരിയൊന്ന് മാറ്റി എഴുതണമെന്നേ. വരിയൊന്ന് മാറ്റണം. മറിയാമ്മ കരഞ്ഞല്ലേ പെറ്റത്, അങ്ങനെ ആക്കണം. ഉണ്ണി ഷോയെ അവളല്ലേ പെറ്റത്, അങ്ങനെ. നിങ്ങൾക്ക് അടിക്കാൻ അറിയാമല്ലോ അല്ലേ? എന്തൊക്കെ ട്രെൻഡാന്ന് നോക്കിയേ. ഇതൊക്കെ കാണുമ്പോൾ ദൈവ കുഞ്ഞുങ്ങൾ ഓർത്തോണം, കർത്താവിന്റെ വരവടുത്ത് കേട്ടോ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന തിന്മ, ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, കളർ വ്യത്യാസമില്ല, കൊടി വ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, പേര് വ്യത്യാസമില്ല, പണ്ഡിതനെന്ന് വ്യത്യാസമില്ല, പാമരനെന്ന് വ്യത്യാസമില്ല, പണമുള്ളവനെന്ന് വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. വേദപുസ്തകം പറയുന്നു സകല മനുഷ്യന്റെ അകത്തും പാപം പ്രവേശിച്ചു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മനുഷ്യൻ പാപിയാണ്. ഇത് കേൾക്കുന്ന കോട്ടയം മേലയിൽ ഒരുത്തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുക, ആയിക്കോട്ടെ അപ്പം പാപികളല്ല, അത് കേട്ടോട്ടെ, ഞാൻ പാപിയല്ലെന്ന് തോന്നുമെങ്കിൽ നിങ്ങളിത് കേൾക്കണ്ട, നിങ്ങൾക്കുള്ളതല്ലത്. ശരി, അങ്ങേര് പറഞ്ഞു ശരിയാ, പാപിയാ. അപ്പൊ ചേട്ടൻ പാപിയാണോ? ഞാൻ പാപിയല്ല. എന്നാ, ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഞാൻ ഇതുവരെ ആർക്കും ഒരു ചേട്ടൻ 4 മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. 4 മൂർഖൻ പാമ്പിനെ പുള്ളി വളർത്തുന്നുണ്ട്. 3 എണ്ണം സകല മനുഷ്യരെയും കടിച്ചിട്ടുണ്ട്. ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് ബോധമുള്ളവൻ പറയുമോ? ഇന്ന് വരെ കടിച്ചിട്ടില്ലെന്നുള്ളത് സത്യം. പക്ഷെ എപ്പോഴെങ്കിലും കടിച്ചാൽ വിഷം കയറുന്ന പോലെ തന്നെയാണ് മനുഷ്യൻ. ഇന്ന് വരെ നീ നല്ലതാ, ഇന്ന് വരെ നീറ്റാ, നാളെ നീ എന്തായി തീരുമെന്നാ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? എന്റെ ചങ്കാണ്, ചങ്കടിപ്പാണെന്ന് പറഞ്ഞ ചങ്ക് കൂട്ടുകാര് ബിവറേജിൽ പോയി ഒരു കുപ്പി എടുത്ത് മേശപ്പുറത്ത് വെച്ച് അടി തുടങ്ങി. കുപ്പി അടിക്കാൻ തുടങ്ങിയപ്പോൾ ചങ്കും ചങ്കുമായിരുന്നു. കുപ്പി അടിച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചങ്ക് കുപ്പി പൊട്ടിച്ച് മറ്റേ ചങ്കിന്റെ കഴുത്തം കറുത്തു. വായിച്ചില്ലേ? വായിച്ചോ? മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ട്, പാപം. ഇതാണ് ബൈബിളിന്റെ കാതലായ പ്രസംഗം. മനുഷ്യൻ പാപിയാണെന്നുള്ളത് ലോകത്തെ അറിയിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ, അതിനുള്ള മോക്ഷ മാർഗവും കൂടെ പറഞ്ഞു കൊടുക്കണം. പറയാൻ കേട്ടോ? അപ്പൊ ചില ആളുകൾ ബുദ്ധിജീവികൾ വന്നിട്ട് ചോദിക്കും,
ഓ ഇവരെന്തോ ഈ പറയുന്നത്? ആദാമും ഹവ്വായും പാപം ചെയ്തു. ഓ സമ്മതിച്ചു. ഓ ശരി ആയിക്കോട്ടെ. പണ്ടങ്ങാണ്ടൊരു പെണ്ണുമ്പിള്ള പഴം തിന്നല്ലേ? ഓ ആയിക്കോട്ടെ. അതിന്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നത് അത് എങ്ങനെ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? ഡിഗ്രിക്കാർ ചോദിക്കുന്നു, യുക്തിക്ക് നിരക്കുവോ? ഞാൻ നിരപ്പിക്കാം. ആദമും ഹവ്വായും പാപം ചെയ്തതിന്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകുന്നത് ചോദിക്കുന്ന ബുദ്ധിജീവികളോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത മാരകമായൊരു രോഗം നിലനിൽക്കുന്നുണ്ട്. എന്താ? എയ്ഡ്സ് എന്ന് പറയും. HIV എയ്ഡ്സ്. ഞാനൊരു ചോദ്യം ചോദിക്കുന്ന ഡിഗ്രിക്കാരോട്, എയ്ഡ്സ് രോഗിയായ ഒരു അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരായിരിക്കും? എയ്ഡ്സ് രോഗി. നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ, ഈ കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ രോഗിയായി ജീവിക്കാൻ ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞതാ? ഡിഗ്രിയുള്ള ആരെങ്കിലും പറഞ്ഞതാ ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ചോരക്കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ചങ്ങാണ്ട് ഷേവ് ചെയ്തിട്ട് വന്നയാണോ? അല്ല. പിന്നെ എന്താണോ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണോ? പറ. കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തേ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നു. ഇവിടുത്തെ ഡിഗ്രിക്ക് എതിർപ്പില്ല, സയൻസിന് എതിർപ്പില്ല, മെഡിക്കലിന് എതിർപ്പില്ല. കാരണം അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്. എന്താ ഉത്തരം? ഉപദേശി അത് രക്തത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് വന്നതാണ്. ആണല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വന്നു എന്നതിന് വേദപുസ്തകം പറയുന്ന ഒരു ഉത്തരം കാതു തുറന്ന് കേട്ടോ. വായിച്ചു കൊടുക്കുഞ്ഞ്. അപ്പോസ്തലപ്രവൃത്തി 17:26 തിരുവചനം ഒന്ന് കാതു തുറന്ന് കേട്ടോ. വായിച്ചുകൂടെ? 17:26. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്നും മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ബൈബിളിലെ വാക്യമായതുകൊണ്ട് പുറത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരൂടെ സിമ്പിളാക്കാൻ പോവുക. കുഞ്ഞെ, അവിടെ 2 പദപ്രയോഗമുണ്ട്, ശ്രദ്ധിക്കണം. അവൻ എന്നൊരു പ്രയോഗമുണ്ട് ഉണ്ടല്ലോ, അത് ദൈവത്തെ കുറിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവം എന്ന് വായിക്കാം. അടുത്ത ഒരുത്തൻ എന്നൊരു പദമുണ്ടല്ലോ, അത് ആദമിനെ കുറിക്കുന്നു. അതുകൊണ്ട് ആദം എന്ന് വായിക്കാം. ഇനി ഒന്ന് വായിച്ചു കൊടുത്തെ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. കോട്ടയമലക്കാർ കേട്ടോ, കാതു തുറന്ന്. ഭൂതലത്തിലേക്കും കുടിയിരുപ്പാൻ ദൈവം ആദം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന്, ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. വല്ലതും തലേ കയറിയോ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരടി കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. അതാ വായിച്ചേ. മനസ്സിലായോടോ? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമാണെന്നും എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും പഠിപ്പിക്കുന്ന, വർഗീയത ലവലേശം തൊട്ടു തീണ്ടാത്ത, അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്തെ തൊപ്പിയിട്ടവനും എന്റെ കൂടപ്പിറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണോ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടത്? പറ. സ്തോത്രം. അങ്ങനല്ലേ വായിച്ചു കേട്ടത്? രഹസ്യമൊന്നുമല്ലല്ലോ. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനെയും ആദാം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഒറ്റ രക്തത്തിൽ നിന്നുളവാക്കി. ഈ ഉപദേശം കൊള്ളാലോ. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തം അന്ന്. അയ്യോ, അത് ചുമ്മാ പറഞ്ഞാണോ? ചുമ്മാതല്ലെന്ന്. പിന്നെ ഒന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്ക് 4 മൃഗങ്ങളുടെ രക്തം എടുക്ക്. ആട്, ആന, പോത്ത്, പശു. മെഡിക്കൽ ലാബിൽ കൊണ്ട് കൊടുക്ക്. മെഡിക്കൽ പെമ്പിള്ളേർ 10 മിനിറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ലാബിൽ നിന്നുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളിലൊരു ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ. മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛൻ. തരുവോടോ? മലയാളി തരുവോ? പറ. ചിലപ്പോ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. പക്ഷെ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ സമയം മെനക്കെടുത്തല്ലേ, ഇതെല്ലാം മനുഷ്യന്റെ രക്തം ആണോ? കറുത്തവന്റെ കൈ മുറിച്ചാലും, വെളുത്തവന്റെ കൈ മുറിച്ചാലും, ഇന്നവന്റെ കൈ മുറിച്ചാലും, ക്രിസ്ത്യാനിയുടെ കൈ മുറിച്ചാലും, കൂടിയവന്റെ കൈ മുറിച്ചാലും, കുറഞ്ഞവന്റെ കൈ മുറിച്ചാലും എല്ലാം വരുന്നത് ഒറ്റ രക്തമല്ലയോടോ മണ്ടം മലയാളി. പിന്നെ എന്തിനാടോ തമ്മിലടിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ ചിന്തിക്കണം. എന്തിനാ തമ്മിലടിക്കുന്നത്? അപ്പുറത്ത് കിടക്കുന്നവൻ കാവി ഉടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന തൊപ്പിയിട്ടവനും
എൻ്റെ കൂടപ്പിറപ്പാണ്, എന്നെയും അവനെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇന്ന് ഈ നാട്ടിലുള്ളൂ? ആണോ? ആന്നോ? പിന്നെ എന്താ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാനുള്ള തലച്ചോറല്ല അവൻ്റെ അകത്തിരിക്കുന്നത്. 23 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു തലച്ചോറായിരുന്നില്ല എൻ്റെ അകത്തിരുന്നത്. വർഗീയത തിരിച്ച് സ്നേഹിക്കാനും, ജാതി തിരിച്ച് സ്നേഹിക്കാനും, രാഷ്ട്രീയം തിരിച്ച് സ്നേഹിക്കാനും, കാവി കാണുമ്പോൾ പല്ലിറമ്മാനും ഒക്കെ പഠിപ്പിച്ച പഴയ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളത്ത് പിടിച്ച് സഹോദര സഹോദര ബ്രദറെ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കിയാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. അല്ലാതെ ഞങ്ങളുടെ ആരുടെയും പേരും മതവും സർട്ടിഫിക്കറ്റും തിരുത്തിയ സന്ദേശമല്ല സുവിശേഷം. പേരും മതവും മാറിയിട്ടൊന്നും കാര്യമില്ലടോ മനുഷ്യന്മാരെ. നാട്ടിൽ കാണുന്ന, പറമ്പിൽ കാണുന്ന ഒരുതരം ചെടിയുണ്ട്, ചെറുതണം അല്ലേ? ചൊറുതണത്തെ മൂടോടെ പറമ്പിൽ നിന്ന് ഇളക്കിയെടുത്ത് വീട്ടിലെ ഫ്രണ്ട് കോളി ചില്ലിട്ട ഷോക്കേസിലെ AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. പിറ്റേന്ന് രാവിലെ അതിൻ്റെ പേര് മാറ്റി ചൊറുതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടി എന്ന് എഴുതി ഒട്ടിച്ചു പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയെ എന്നും പറഞ്ഞെടുത്തൊരു ഉമ്മ കൊടുത്തു നോക്ക്. എന്നാലും എന്ത് ചെയ്യും? പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലേ ചൊറിയോടോ മലയാളി? അതുകൊണ്ട് ഇവിടെ മാറ്റം വരേണ്ടത് പേരും സർട്ടിഫിക്കറ്റും മതമൊന്നും അല്ല. ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറണമെന്ന്. ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറണം. കള്ളുകുടി ചടി ഉണ്ടാക്കി തുണിയില്ലാതെ ഓടെ കിടന്ന് പാട്ടും പാടി ആമേ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ തലവേദനയായി ജീവിച്ച ആ പഴയ ജീവിതം മാറണമെന്ന്. അതാ സുവിശേഷം. അതാ സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. മനസ്സിലായോ? പണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള സന്ധ്യാസമയത്ത് ഷമീർ അബ്ദുൽ സലാം കൂട്ടുകാരുമായി ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഒത്തുകൂടും. ഇതുപോലെ സന്ധ്യയ്ക്ക് കൂടും. കൂട്ടുകാർ കൂടിയാൽ ആദ്യത്തെ ഡയലോഗ് എന്താ? പിരിവിടളിയ കുപ്പിയെടുക്കാന്നാ. ഷെയർ ഇടളിയ കുപ്പിയെടുക്കുക. ഷെയർ ഇട്ട് കുപ്പിയെടുത്ത് ആളില്ലാതെ പണി നടക്കുന്ന വീട്ടിന്റെ ടെറസിന്റെ മേലേക്ക് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ വലിച്ചു കയറും. ഒരുത്തം പോയി പൊറോട്ട ഇറച്ചിയും ചിക്കനും ഒക്കെ മേടിച്ചോണ്ട് വന്നേ കുപ്പിയൊക്കെ പൊട്ടിച്ച് ഒന്നിച്ചിരുന്ന് അങ്ങോട്ട് പാട്ടും കൂത്തും ഗാനമേളയാ. അന്ന് ഞാൻ ഉത്സവപ്പറമ്പിൽ ഗാനമേളയ്ക്ക് പാടി നടക്കുന്ന കാലമാണ്. തിരുവനന്തപുരം ഹാസ്യാഞ്ജലിയിലായിരുന്നു അന്ന്. പാട്ടും പാടി നടക്കുന്ന കൂട്ടുകാരെല്ലാവരുമായിട്ട് കൊട്ടിപ്പാടി അവിടെ ഇരുന്ന് ഗാനമേള നടത്തി. അപ്പൊ കുപ്പി തീർന്നു. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ രാത്രി കാലങ്ങളിൽ പമ്മി പതുങ്ങി നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പ് തോറും അടിയുണ്ടാക്കി നടന്ന ഷമീർ അബ്ദുൽ സലാമിന്റെ പൂർവ്വകാലം. അന്ന് കവലയിൽ കോളാമ്പിയും പിടിച്ച് മീശം പഠിച്ച് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാലുണ്ടല്ലോ, അവന്റെ ചെവിക്കല്ലിലിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ജീവിച്ച ജീവിത പശ്ചാത്തലത്തിന്റെ നടുവിൽ നിന്ന് ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് ഈ സുവിശേഷത്തിന്റെ സന്ദേശം കാതുകളിൽ വന്ന് പതിച്ചപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറിയെന്ന്. ചരിത്രം മാറി. കഴിഞ്ഞ 23 വർഷമായി മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊള്ളാവുന്നവനായി ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അക്രമത്തിന്റെ മാർഗത്താലല്ല, പീഡനത്തിന്റെ മാർഗത്താലല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഉലകം കണ്ട ഏക സന്ദേശം അതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒറ്റ രക്തമല്ലേ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടാവായ ദൈവം ആദാമ്യ രക്തത്തിൽ നിന്ന്, ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതുകൊണ്ട് ആ രക്തം കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും മസിലില്ല. ഉണ്ടോ? രക്തം കൊടുക്കുമ്പോൾ മസിൽ പിടുത്തമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് ഓടിച്ചു പോയി ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി, തല പൊട്ടി, മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ നമുക്ക് കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോടാ കരഞ്ഞ്, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിന് ആരെ ബ്ലഡ് കൊടുക്കുമെന്ന് ഒറ്റ കരച്ചില്. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ കരച്ചിൽ കേട്ടിട്ട് പറഞ്ഞു, അമ്മ കരയേണ്ട അമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട, നീ BJP അല്ലേ, നീ ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറയുന്നേ ഇല്ലല്ലോ. പിന്നെ എന്തിനാ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ചിന്തിക്കണം. ഇത് ചിന്തിക്കാനുള്ള തല ഇവിടെ ഉണ്ടെങ്കിൽ നാടെന്നേ രക്ഷപ്പെട്ടനെ. നോക്ക്, അവൻ എൻ്റെ സഹോദരനാന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ്.
ചലഞ്ച് ചെയ്ത് പറയാം. ദാ ഇപ്പൊ ഈ സ്റ്റേജിന്റെ അകത്ത് കാവി ഉടുത്തോ ചരട് കെട്ടിയോ തൊപ്പി ഇട്ടോ കുടുംബ കെട്ടിയോ ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാൽ ദാ അന്തസ്സായിട്ട് പറയും, നിരന്നിരിക്കുന്ന സകല ഉപദേശിമാരും അവനെ ആദ്യം വിളിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് കാണാപ്പാടം പറയാം. എന്തുവാ? വന്നാട്ടെ. ബ്രദറിന്റെ പേരെന്താ? ബ്രദർ എന്തുവാ? സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ ഉപദേശിമാരെ കളിയാക്കി ചിലർ പറയും, ഓ യവന്മാർ ഒരു നാണുമാനോ ഇല്ലാത്തവന്മാരുടെ തന്നെ. ഓ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെയും വലിഞ്ഞു കയറി വരുമെന്ന് പ്രാർത്ഥിക്കട്ടെന്നും പറഞ്ഞ് നാണം ഇല്ലാത്തവന്മാര്. സത്യമല്ലേ രാജേഷ് ഭാഷേ? നമ്മൾ ഒരു നാണോ ഇല്ലാത്തവന്മാരല്ലേ? സത്യമാ, ഒരു നാണോ ഇല്ലാത്തവന്മാരാ. പിന്നെയും വലിഞ്ഞു കയറി വരും ബ്രദർ അല്ലേ, ഒരു നാണോ ഇല്ലാത്തവന്മാരെ. പക്ഷെ കേൾവിക്കാരായ സഹോദരങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോണം. നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും തല്ലിയാലും ആട്ടിപ്പായിച്ചാലും തുപ്പിയാലും പിന്നെ ഈ നാണമില്ലാതെ ഈ വലിഞ്ഞു കയറി വരുന്നത് എന്താണെന്നൊരു ദിവസം ചിന്തിച്ചാൽ, ഒറ്റ പ്രാവശ്യമെങ്കിലും ചിന്തിക്കണം, എന്താ ഈ വരുന്നേ? മനസ്സിലായോ? എന്താ വരുന്നേ? നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറി തന്നതുകൊണ്ടാണ്. നിന്റെ കുടുംബം തകർന്നെന്ന് കാണുമ്പോൾ, നീ തൂങ്ങാൻ കയറിയെന്ന് കേൾക്കുമ്പോൾ, നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം അസ്വസ്ഥമായെന്ന് കാണുമ്പോൾ, നീ ആശുപത്രി കിടക്കയിലായെന്നറിയുമ്പോൾ, നിന്റെ കുടുംബത്തിൽ രക്തബന്ധങ്ങൾക്കില്ലാത്ത ഒരു പെയിൻ പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ ദൈവം തരുന്നു. നിന്റെ രക്തബന്ധങ്ങൾക്കുണ്ടാകാത്തൊരു വേദന പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തരുന്നു. ഒരു നാണയത്തൊട്ട് കയ്യിലെടുക്കാൻ ഇല്ലാത്ത സഹോദരി പറയും, ഞാൻ വന്നു നിൽക്കാം ആശുപത്രിയിൽ, ഞാൻ കൂട്ടിരിക്കാം. രക്തബന്ധങ്ങൾ ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കാൻ മടിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുന്നവൻ ഓടി വരാൻ കാരണം നീ എന്റെ കൂടെ പിറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചാ മതി. കൊച്ചു പിള്ളേർ, മീശ പോലും കിരിക്കാത്ത കുഞ്ഞു പിള്ളേർ വന്ന് നെഞ്ചു വിരിച്ച് കാണിക്കുമ്പം ഞങ്ങൾ കവലെ പ്രസംഗിക്കുന്ന ഉപദേശമാരെ ഞാനൊരിക്കൽ വെഞ്ഞാറമ്മൂടൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു മീശ ഉരുക്കാത്ത കൊച്ചു ഇറക്കം വന്ന് നെഞ്ചു വിരിച്ച് കാണിച്ചിട്ട് എടുത്തോണ്ട് പോടേ എവിടുന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ വളരെ സിമ്പിളായി പറഞ്ഞു, മോനെ ഞങ്ങളങ്ങ് പോവുക എന്ന് പറഞ്ഞു. അപ്പം ആ ചെറുക്കൻ്റെ ഒരു സന്തോഷം, അവൻ്റെ ചിന്ത ഇവൻ്റെ ഞെളിഞ്ഞ എല്ലും കൂട് കണ്ടേച്ച് പേടിച്ചു പോകുന്നെന്ന്. എടാ, ഇവനെ കാലേ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടി അടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആമ്പയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ പ്രാർത്ഥിക്കുന്നവൻ മിണ്ടാതെ പോകുന്നതെന്ന് ആദ്യം നീ മനസ്സിലാക്കണം. ഇന്ന് ഈ പുസ്തകം ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ ദേശത്തിന് ഉപദ്രവകാരി അല്ല. പ്രാർത്ഥിക്കുന്നവൻ സമൂഹത്തിന് ദോഷം വരുത്തുന്നില്ല. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടൊരു ശല്യവും ഇല്ല. ആകെ ഉള്ളത് ഇച്ചിരി ശബ്ദമാണ്, അതങ്ങ് ക്ഷമിക്കാവുന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഒരു ദോഷവും ഇല്ല. മറിച്ച് ഇന്നലെ വരെ പെറ്റതള്ളയ്ക്കും സഹോദരങ്ങൾക്കും തലവേദനയായി ജീവിച്ച, പെറ്റതള്ളയ്ക്ക് കണ്ണുനീരായി മാറിയ ഷമീറിനെ പോലെ, സിയാദിനെ പോലെ, ഗോപാലകൃഷ്ണനെ പോലെ, നാരായണൻകുട്ടിയെ പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്കും സമൂഹത്തിനും കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം. സ്തോത്രം. എന്നിട്ടും എന്തേ സുവിശേഷത്തെ പകയ്ക്കുന്നു? സ്തോത്രം. നന്നാകാനാ സമ്മതിക്കാതെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മനുഷ്യൻ സകല തിന്മകളിലേക്കും പോകാൻ കാരണം അവൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട്. ഈ ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തം, അവൻ ശ്രദ്ധാവിനെ മറന്നു എന്നാണ്. മനസ്സിലായോ? അതാ വായിച്ച വേദഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല. മനസ്സിലായോ മനുഷ്യന്മാരെ? ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്നവൻ അല്ല. ദൈവം ഇനി മുതൽ കൊല്ലം ജില്ലയിലുണ്ട്, ഒരു 6 മാസം പുള്ളി ഇവിടെ കാണും, ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ ഇങ്ങോട്ട് പോരെ, അങ്ങനെ പറയാൻ പറ്റുന്നവനാണോ ദൈവം? അല്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ തളച്ചിടാൻ പറ്റുന്നവനാണോ ദൈവം? അല്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു ജില്ലക്കകത്തോ സ്റ്റേറ്റിന്റെ അകത്തോ രാജ്യത്തിന്റെ അകത്തോ തളച്ചിടാൻ പറ്റുന്നവനല്ല. പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവ്, ഈശ്വരൻ, പടച്ചവൻ, ദൈവം. ആ ദൈവത്തെ കുറിച്ച് പറയുന്നവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. മനസ്സിലായോ? അപ്പോൾ തിരിച്ചടുത്ത ചോദ്യം വരും, ഉപദേശി പിന്നെ എവിടെ ഈ കുടി ഇരിക്കുന്നതെന്നും കൂടെ ഒന്ന് പറ, എന്നാ പിന്നെ ഒന്ന് പോയി കാണാമല്ലോ. എവിടാ കുടി ഇരിക്കുന്നേ? 24-ാം വാക്യം വായിച്ചുകൊണ്ട് എവിടാ കുടി ഇരിക്കുന്നതെന്ന് പുസ്തകം പറയുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിൽ കാണുന്ന
കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം എന്ന് പറഞ്ഞേ. ലോകവും അതിലുള്ള സകലത്തെയും അല്ലെ, എല്ലാരും ഒന്ന് പറഞ്ഞേ. ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. കസേരയിൽ ഇരിക്കുന്ന നിന്നെയും പ്രസംഗിക്കുന്ന എന്നെയും കേൾവിക്കാരെയും ഈ കാണുന്ന ഉലകത്തിലെ സകല ചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അണ്ടഘടാകങ്ങളെയും ഉണ്ടാക്കിയ ദൈവം. പിള്ളേർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടെ പറയാം. മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? ദൈവം. 2026 ജനുവരിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടി വരികയാ. ഒന്നുകൂടെ ചോദിക്കാം സഹോദരിമാരെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. അതാണ് പ്രശ്നം. പിടികിട്ടിയോ? അപ്പൊ മനുഷ്യൻ സൃഷ്ടിക്കുന്ന, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ഈ ലോകവും ഇതിൽ കാണുന്ന സകലത്തെയും ഈ പ്രപഞ്ചത്തെയും അണ്ടഘടാകങ്ങളെയും കസേരയിലേക്ക് നിന്നെയും പ്രസംഗിക്കുന്ന എന്നെയും അടക്കം ഈ ലോകവും ഇതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. മനസ്സിലായോ? മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന ഏതെങ്കിലും കെട്ടിടങ്ങളിലകത്ത് വന്ന് താമസിക്കുന്ന ആളല്ലെന്ന് ദൈവം. മനസ്സിലായോ? ആകാശം മുട്ട ഗോപുരം പോലെ കെട്ടിവെച്ചിരിക്കുന്ന പള്ളിക്കകത്ത് കുടിയിരിക്കുന്നവനല്ല ദൈവം. മനസ്സിലായോ? മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേൽക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും. ശരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് അവൻ പറയും, അല്ലേ? അതുപോലെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവൻ അല്ലടോ സൃഷ്ടാവായ ദൈവം. MBBS MD ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാര് അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിൽ പറയുന്ന ഒരു പദമുണ്ട്, എല്ലാ മതക്കാരോടും പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്ക് മേലെയാണ് മനുഷ്യ ദൈവം. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സകലത്തെയും നിർമ്മിച്ച ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ നോക്കുവോ? എടാ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന പേട്ട് മനുഷ്യൻ. ഇല്ല, പുലേനാർക്കോട്ടെ പോയി നോക്കണം. നല്ല തടിമുടിക്കുള്ളവൻ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി അവിടെ കിടന്ന് വലിക്കുവാ. മൂക്കി വേദപുസ്തകം പറയുന്നു, ഏതൊരു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, ഒറ്റ ശ്വാസം. സ്തോത്രം. ഈ സുവിശേഷം കേട്ട എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഇതിൻ്റെ തുടർച്ചയായുള്ള സുവിശേഷ ഭാഗം അടുത്ത ഉടനെ തന്നെ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളത് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം വിടുവിക്കും. ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. മഹാകരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. പിതാവേ, ഈ സുവിശേഷം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്കുള്ളതായിരിക്കട്ടെ. ഈ സുവിശേഷം പ്രസംഗിച്ച പാസ്റ്റർ ഷമീർ കൊല്ലം, ആ കർത്താവിൻ്റെ ദാസനെ കൂടുതൽ സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്കുള്ളതായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം.